ചേട്ടാ, അപ്പൊ വേറെ ഒന്നും വേണ്ടല്ലോ അല്ലേ? വേണ്ട മോനെ, ഇത് മാത്രം മതി. അതെ, ആ വീട്ടിൽ താമസക്കാരുണ്ടോ? ആ വീട് അത് കുറെ നാളായിട്ട് അടഞ്ഞെടുക്കായിരുന്നു. ഇപ്പൊ ഒരു ഫാമിലി വന്നിട്ടുണ്ട്. അയാളെ പുറത്ത് കാണാറുണ്ട്. പിന്നെ കൊച്ചിന്റെ പെണ്ണിന്റെ സൗണ്ട് കേൾക്കെ ഇടയ്ക്ക്. ഓ, അപ്പോ ഞാൻ അങ്ങോട്ട്. ഓ ആയിക്കോട്ടെ. ആര്യ എണീക്കണല്ലേ? 8 മണിയായി. പ്ലീസ് ഒരു 10 മിനിറ്റ്. 10 മിനിറ്റ്. പറഞ്ഞിട്ട് കാര്യമില്ല. 8 മണിയായിട്ട് അവൾക്ക് എണീക്കാറായിട്ടില്ല. ഇങ്ങനെ ഒരു ഉറക്ക പിശാച്. എന്നാലും ഇങ്ങനെ ഉണ്ടാവും ഉറക്കം. തള്ള എങ്ങനെയാണെങ്കിൽ പിന്നെ മോളെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. ദിയാ എണീക്കണല്ലേ? സ്കൂളിൽ പോണ്ടേ? കോപ്പ് ഒന്നും ലേറ്റ് ആവില്ല ഓഫീസിലെത്താൻ. ആ നാറി മാനേജറെ വായിലുള്ള ഒന്നും കേൾക്കേണ്ടി വരും. 8 മണിയായിട്ടൊരു വെളിച്ചം പോലുമില്ല അകത്ത്. അല്ല, വെട്ടവും വിളിച്ചുള്ള വീടാണ് പോലും. ആ ബ്രോക്കർ തെണ്ടീനെ ആദ്യം ചോടണം. ഒരുമാതിരി ബംഗാളികളുടെ വീട് പോലെ ഉണ്ട്. ഭാഗ്യം, പത്രം പോലും നേരത്തെ വന്നിട്ടുണ്ട്. അമ്മ ഒരു 100 വട്ടം പറഞ്ഞതാ, അപ്പം കേട്ടില്ല. ഇനിയിപ്പോൾ എല്ലാം ഞാൻ ചെയ്യണം. തലേ ദിവസത്തെ പാത്രം കഴുകണം, അലക്കണം, ചായ പോലും വെച്ച് കൊടുക്കണം. ഇതുവരെ എണീക്കാറായിട്ടില്ല. 10 മിനിറ്റ് പോലും. ഇന്നത്തോടെ ഓഫീസ് പോക്ക് നിൽക്കണ്ടാവും മിക്കവാറും. ഇവൾക്ക് പിന്നെ പിള്ളേരെ പഠിപ്പിക്കാൻ തോന്നുമ്പോൾ അങ്ങോട്ട് കയറി ചെന്നാൽ മതിയല്ലോ. ആരാണി നേരത്ത് പണ്ടാറടങ്ങാൻ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഞാൻ കുറച്ച് കിച്ചൺ പ്രോഡക്ട്സ് പരിചയപ്പെടുത്താൻ വന്നതാണ്. സാറൊന്ന് നോക്കുമോ? ഏയ് വേണ്ടടോ. മാഡത്തിനൊന്ന് വിളിക്കുമോ പ്ലീസ് സാർ? ഏയ് വേണ്ടടോ. ജസ്റ്റ് ഒന്ന് നോക്കി നോക്കൂ. മാഡത്തിനൊന്ന് വിളിക്കാവോ? ഇത് വലിയ ശല്യമല്ലോ. വിളിക്കാം. ആരെ പുറത്ത്? എന്തിനെത്ര ദേഷ്യപ്പെടണേ? ഒരു സെയിൽസ്മാൻ വന്നത് കാലത്ത് തന്നെ. ഞാൻ പറഞ്ഞിട്ട് പോണില്ല. നീ ഒന്ന് പറഞ്ഞോട്ടെ. ഇത്ര ചെറിയ കാര്യത്തിനാണോ ദേഷ്യപ്പെടണേ? ഞാൻ ഇപ്പൊ പറഞ്ഞോളാം. ഇപ്പൊ ഒന്നും വേണ്ടടോ, ചേട്ടൻ കുറച്ച് ചൂടില്ല. നീ പിന്നെ വാ. ആര്യ എണീക്കണല്ലേ? 8 മണിയായി. ആരെ പുറത്ത്? എന്തിനെത്ര ദേഷ്യപ്പെടണേ? ഇവൾക്ക് പിന്നെ പിള്ളേരെ പഠിപ്പിക്കാൻ തോന്നുമ്പോൾ അങ്ങോട്ട് കയറി ചെന്നാൽ മതിയല്ലോ. ആ വീട് അത് കുറെ നാളായിട്ട് അടഞ്ഞെടുക്കായിരുന്നു. ഇപ്പൊ ഒരു ഫാമിലി വന്നിട്ടുണ്ട്. അയാളെ പുറത്ത് കാണാറുണ്ട്. പിന്നെ കൊച്ചിന്റെ പെണ്ണിന്റെ സൗണ്ട് കേൾക്കെ ഇടയ്ക്ക്. ഡേ എണീക്കാറായില്ലേ നിനക്ക്? അമ്മയെ പോലെ അവനാണോ നീയും?